ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ലോക ജനസംഖ്യ 8 ബില്യൺ കടക്കുന്നു. ഓരോ സെക്കൻഡിലും എത്രയധികം കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നത് ലോകത്തിനൊരു വെല്ലുവിളിയാണ് എന്ന് ആളുകൾ പറയാറുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കാം. എന്നാൽ ദൈവം എന്താണ് നമ്മോട് പറയുന്നത്? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യർ ഒരിക്കലും വെറും സംഖ്യകളല്ല. അവർ ഓരോരുത്തരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-27 പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ വചനം മനുഷ്യന്റെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുത്തുകയാണ്. ലോകം ഒരാളെ അവന്റെ കഴിവുകളിൽ തരംതിരിച്ചു കാണുമ്പോൾ, വിദ്യാഭ്യാസം, സമ്പത്ത്, ജോലി, ഭാഷ, ജാതി, രാഷ്ട്രം അല്ലെ സാമൂഹിക സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ മൂല്യം വിലയിരുത്തുന്നത്. എന്നാൽ ദൈവം ഒരാൾക്ക് വില കൽപ്പിക്കുന്നത് അവൻ തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ജനിക്കുന്ന ഓരോ ശിശുവും, തെരുവിൽ കഴിയുന്ന ഓരോ മനുഷ്യരും, ഓരോ അഭയാർത്ഥികളും, ഓരോ രോഗിയും, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കും, വൈകല്യമുള്ള വ്യക്തികളും എല്ലാം ദൈവത്തിന്റെ കാഴ്ചയിൽ ഒരുപോലെ വിലപ്പെട്ടവരാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഈ വചനം നമ്മോട് പറയുന്നത് ഓരോ ജീവന്റെയും തുടക്കം ദൈവത്തിന്റെ കരങ്ങളിൽ എന്നല്ലേ. നാം ആരും യാദർച്ഛികമായി ജനിച്ചവരല്ല. ആരും ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ജീവിക്കുന്നവരുമല്ല. ദൈവം ഓരോ മനുഷ്യനെയും അറിയുന്നു. അവരുടെ പേരറിയുന്നു, അവരുടെ കണ്ണുനീരറിയുന്നു, അവരുടെ വേദന അറിയുന്നു, അവരുടെ ഭാവിയും അറിയുന്നു. യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ അതിന് എത്ര നല്ല ഉദാഹരണമാണ്. 100 ആടുകളുണ്ടായിരുന്ന ഒരിടയന് ഒരു ആട് നഷ്ടപ്പെട്ടു. അവൻ 99 ആടുകളെ സുരക്ഷിതമായി വിട്ടിട്ട് നഷ്ടപ്പെട്ട ആ ഒരു ആടിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ലോകത്തിന്റെ കണക്കിൽ അത് വെറും ഒരു ആട് മാത്രമായിരുന്നു. എന്നാൽ ഇടയന്റെ ഹൃദയത്തിൽ അത് അമൂല്യമായിരുന്നു. അതാണ് ദൈവത്തിന്റെ ഹൃദയം. ലോകം കോടിക്കണക്കിന് ആളുകളെ കാണുമ്പോൾ ദൈവം ഓരോ വ്യക്തിയെയും കാണുന്നു. ലോകം ജനസംഖ്യ എണ്ണുന്നു, ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാകുന്നു. എത്ര ആശ്വാസം തരുന്നൊരു വചനമാണിതല്ലേ. 8 ബില്യണിലധികം ആളുകൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും ദൈവം നിങ്ങളെ ഒരു സംഖ്യയായി കാണുന്നില്ല. അവൻ നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ജോലിക്കാരനായിട്ടാണോ, രോഗിയായിട്ടാണോ, ഒരു ദരിദ്രനായിട്ടാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാക്കുകളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളായിട്ട് മറ്റുള്ളവരെ കാണുവാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ നാം ആളുകളെ ഉപയോഗിക്കുകയല്ല, മറിച്ച് അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയും. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമുക്കോർക്കാം, ലോകം മനുഷ്യരെ കണക്കാക്കുന്നു. സർക്കാരുകൾ ജനസംഖ്യയുടെ കണക്കുകൾ എടുക്കുന്നു. സ്ഥിതിവിവര കണക്കുകൾ, സംഖ്യകൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ദൈവം ഹൃദയങ്ങളെ കാണുന്നു. ഓരോ ജീവനും അവന് അമൂല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തീരുമാനിക്കാം, നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യനെയും ദൈവം കാണുന്നത് പോലെ കാണാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഓരോ ജീവനും ദൈവത്തിന്റെ സ്വരൂപമാണ്. ഓരോ ജീവനും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യമാണ്. ഓരോ ജീവനും അനന്തമായ മൂല്യമുള്ളവനാണ്. ദൈവം നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് കാണുവാനുള്ള ഹൃദയം നൽകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079996010203.